ദേ ടോണി, ഞാൻ മര്യാദയുടെ ഭാഷയിലാണ് ഇതുവരെയും നിന്നോട് സംസാരിച്ചത്. എൻ്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. അർജുൻ്റെ ശബ്ദം പതിവില്ലാതെ ഉയർന്നു. ടോണിയുടെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന പുച്ഛത്തിലേക്ക് അർജുൻ ദേഷ്യത്തോടെ നോക്കി. എപ്പോഴും നിങ്ങളുടെ എല്ലാം കൽപ്പനകൾ അനുസരിച്ച് തന്നെയാണ് നടന്നിട്ടുള്ളത്. ഇതെനിക്ക് വയ്യ. ആനുവൽ എക്സാം നടക്കുന്ന അന്ന് ഇതുപോലുള്ളൊരു പ്രശ്നത്തിന് തിരികൊളുത്തിയിട്ടാൽ ഓർത്തിട്ടുണ്ടോ നിങ്ങൾ? എത്ര കുട്ടികളുടെ ഭാവിയാണ്? അർജുൻ പറഞ്ഞു വന്നത് ടോണി കൈയുയർത്തി തടഞ്ഞു. നിന്റെ ആദർശ പ്രസംഗം കേൾക്കാൻ എനിക്ക് ടൈമില്ല അർജുൻ. പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിൽ വളരെ വലിയ പ്രശ്നങ്ങളെ നീ ഒറ്റയ്ക്ക് നേരിടേണ്ടി വരും. അന്ന് കരഞ്ഞും വിളിച്ചും നടന്നിട്ട് കാര്യമില്ല. ഞാൻ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു, അതും നിന്നോട് സ്നേഹമുള്ളതുകൊണ്ട്. ബാക്കിയുള്ളവർ ഇതുപോലെയാവില്ല ഡീൽ ചെയ്യുന്നത്, അത് മറക്കണ്ട നീ. ടോണിയുടെ സ്വരത്തിന് ഭീഷണിയുടെ ചുവയുണ്ട്. അർജുൻ സ്വയം നെറ്റിയിലിടിച്ചു. എടാ, ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്ക്. ഈ എക്സാം അറ്റൻഡ് ചെയ്യാനായില്ലെങ്കിൽ എൻ്റെ ലൈഫ് തന്നെ പോകും. തോറ്റു തുന്നം പാടി വീട്ടിൽ കുത്തിയിരിക്കാൻ പറ്റിയൊരു അവസ്ഥയിലല്ല ഞാൻ. എനിക്ക് പഠിക്കണം, ഒരു ജോലി വേണം. ഇപ്പോൾ എനിക്ക് മുന്നിൽ അത് മാത്രമേ ഉള്ളൂ. വേറൊന്നിനെക്കുറിച്ചും തൽക്കാലം ഞാൻ ഓർക്കുന്നില്ല. അർജുൻ ടോണിയെ നോക്കി. അപ്പോൾ അവന്മാർ പറയുന്നത് ചുമ്മാതല്ല, നിനക്കൊരു പിറകോട്ട് വലിയുണ്ടെന്ന്. ടോണി അർജുനെ പരിഹസിച്ചു. പഠിച്ചു നേടിയ സർട്ടിഫിക്കറ്റ് കക്ഷത്തിൽ വെച്ച് നടന്നാലൊന്നും ജോലി കിട്ടൂല അർജുൻ. അതിനും കാശ് വേണം, അല്ലെങ്കിൽ നല്ല പിടിപാട് വേണം. പാർട്ടി പറയുന്നത് പോലെ നിന്നാൽ അവരുടെ കെയർ ഓഫിൽ നമുക്ക് ലൈഫ് സെറ്റിൽ ചെയ്യാം. നീ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക അർജുൻ. അർജുന് നോവും വിധം അവൻ്റെ തോളിൽ പിടിച്ചുലച്ചുകൊണ്ട് ടോണി പറഞ്ഞു. കിട്ടും, ജോലിയല്ല, നല്ല 8ൻ്റെ പണി കിട്ടും. ഞാനിപ്പോൾ അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. നേതാക്കൾ പറയും നമ്മളെപ്പോലുള്ള വിഡ്ഢികൾ അത് മുന്നും പിന്നും നോക്കാതെ ചെയ്യും. എനിക്കിപ്പോൾ കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായി ടോണി. ഇനിയെങ്കിലും നല്ല രീതിയിൽ നല്ലത് ചെയ്ത് ജീവിക്കാൻ ആഗ്രഹമുണ്ട്. ഒരു പാർട്ടിയുടെയും പിൻബലത്തിലാവരുത് അതെന്ന് എനിക്കിപ്പോൾ നിർബന്ധമുണ്ട്. ടോണിയുടെ മുഖം ഇരുണ്ടുപോയിരുന്നു. ഐ ആം സോറി ടോണി, ഞാനിത് ചെയ്യില്ല, എനിക്ക് ബുദ്ധിമുട്ടാണ്. ടോണിയുടെ കൈകൾ ബലമായി തോളിൽ നിന്നെടുത്ത് അർജുൻ പറഞ്ഞു. ഈ തീരുമാനം നിന്റെ നാശത്തിനാണ്, ടോണി ഓർമ്മിപ്പിച്ചു. അത് ഞാൻ സഹിക്കും. ഒരുപാട് പേരുടെ ഭാവി നശിപ്പിക്കാൻ കൂട്ടുനിൽക്കുന്നതിന് നല്ലത് ഞാൻ ഒറ്റയ്ക്ക് നേരിടുന്നതാണ്. നിനക്കൊരു ദിവസം കൂടി ആലോചിക്കാൻ സമയം തരാം അർജുൻ. നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് എന്ന് കൂട്ടിക്കോ. നല്ലൊരു തീരുമാനം എടുക്ക നീ. ടോണിയുടെ സ്വരം അല്പം അയഞ്ഞു. എനിക്കിനി ആലോചിക്കാൻ ഒന്നുമില്ല ടോണി, എൻ്റെ തീരുമാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ടോണിയുടെ ദേഷ്യം ഇരച്ചു കയറുന്ന മുഖത്തേക്ക് അർജുൻ മനഃപൂർവ്വം നോക്കിയില്ല. ഇനിയുള്ളത് നീ അനുഭവിക്കേണ്ടി വരും. വിരൽ ചൂണ്ടി അർജുനെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ടോണി തിരിഞ്ഞു നടന്നു. നീയൊന്ന് നിന്നേ ടോണി, പിറകിൽ നിന്നും അർജുൻ വിളിച്ചു പറഞ്ഞു. ടോണി അവന് നേരെ തിരിഞ്ഞു. ഇന്നലെ എൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയ കാശ് അതെനിക്ക് വേണം. വീട്ടിലെ കറണ്ട് ബില്ല് അടക്കാൻ തന്ന കാശാണ്. ഇന്ന് തരാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്നും അത് വാങ്ങിയത് നീയല്ലേ? അർജുൻ ടോണിയുടെ മുന്നിൽ നിന്നുപോയി. എൻ്റെ വീട്ടിലെ ചിലവിനല്ല ആ കാശ് എടുത്തത്, അത് നിനക്കും അറിയാമല്ലോ. പാർട്ടിക്ക് വേണ്ടി ചിലവാക്കുന്നത് എല്ലാവരുടെയും തുല്യ ഉത്തരവാദിത്തമാണ്. അത് തിരിച്ചു വേണമെന്ന് പറയുന്നത് ചെറ്റത്തരമാണ്. ടോണിയുടെ സ്വരത്തിൽ നിറഞ്ഞ പരിഹാസം. അർജുൻ നെറ്റി ചുളിച്ചു. ടോണി പിന്നെയൊന്നും പറയാതെ അവനെയൊന്ന് പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് നടന്നു. അർജുൻ ഒരു നെടുവീർപ്പോടെ അവിടെ തന്നെ നിന്ന് കളഞ്ഞു. ആ കാശിന് കിട്ടില്ലെന്ന് ഏകദേശം ഉറപ്പായി. ചെന്നിറങ്ങി കൊടുത്തതുപോലെയല്ല, തിരിച്ചു കയറാൻ ഒത്തിരി കഷ്ടപ്പെടേണ്ടി വരും. ഒന്നിൻ്റെയും പുറമോടി കണ്ട് കൊതിക്കരുതേ എന്ന് പറയുന്നത് എത്ര നേരാണ്. നിരഞ്ജന നേരിട്ട് കണ്ടിട്ട് പോലും മുഖം തിരിഞ്ഞു പോയത് നെഞ്ചിലെ നീറ്റലായി അവിടെ കിടപ്പുണ്ട്. വല്യേച്ചിയുടെയും സീതേച്ചിയുടെയും കണ്ണീരിൻ്റെ ചൂട് ഹൃദയം ഉരുക്കിയൊലിക്കാൻ പാകത്തിനാണ്. അർജുൻ തളർന്നതുപോലെ അടുത്തുള്ള ചുവരിയിലേക്ക് ചാരി. അന്ന് വൈകുന്നേരം പോവാനിറങ്ങും വരെയും കണ്ണനെ അങ്ങോട്ട് കണ്ടതേയില്ല. മുത്തശ്ശിയോട് യാത്ര പറഞ്ഞിറങ്ങി പോന്നിട്ടും സീതയുടെ കണ്ണുകൾ കണ്ണനെ തിരിഞ്ഞു. ഗേറ്റ് കടന്നിറങ്ങും വരെയും അവിടെ എവിടെയും അവനെ കാണാനാവാത്ത നിരാശ അവളുടെ മനസ്സിൽ കാർമേഘമായി കറുത്തു കിടന്നു. നേർത്തൊരു ചിരിയോടെ കുറുമ്പുകൾ നിറഞ്ഞ അവൻ്റെ മുഖം അവളെ ശ്വാസം മുട്ടിച്ചു. പ്രണയത്തെയും വിവാഹത്തെയും വിദൂര സ്വപ്നങ്ങളിൽ നിന്ന് പോലും അകറ്റി നിർത്തിയിരുന്ന സീതാലക്ഷ്മിയുടെ വരണ്ട് കിടക്കുന്ന ഹൃദയത്തടത്തിൽ പൊടിഞ്ഞു തുടങ്ങിയ ചാറ്റൽ മഴ പോലൊരുത്തൻ. എന്തുകൊണ്ടോ ഉള്ളു പൊടിയുന്നു, മൗനം പൊള്ളുന്നു. പേരറിയാത്ത എന്തോ ഒരു വികാരം വല്ലാതെ ഉലച്ചു കളയുന്നു. ഇനിയൊരു വസന്തമെന്ന സ്വപ്നം ഏറെ കൊതിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പ്രണയം അതിൻ്റെ വികൃതികൾ കാണിച്ചു തുടങ്ങിയിരിക്കുന്നു. അർഹതയുണ്ടോ എന്ന ചോദ്യം കുറ്റബോധത്തിൻ്റെ നേർത്ത ചീളുകൾ കൊണ്ട് ഹൃദയം മുഴുവനും പോറൽ തീർക്കുന്നുണ്ട്.
ആ മുറിവിൽ നിന്നും രക്തം കുനിയുന്നതുമെല്ലാം അറിഞ്ഞിട്ടും കണ്ണൻ എന്ന ഒറ്റ ലോകത്തെ തടവുകാരിയായതുപോലെ. കോടാനുകോടി ജനങ്ങളുള്ള ലോകത്ത് ആ ഒരു ഒറ്റൊരാളില്ലെങ്കിൽ അനുഭവപ്പെടുന്ന ശൂന്യതയ്ക്ക് പറയുന്ന പേര് കൂടിയല്ലേ പ്രണയം. സീതാലക്ഷ്മി കിരൺ വർമ്മയെ പ്രണയിച്ചു തുടങ്ങിയിരിക്കുന്നു. അവൾ അറിയാതെ തന്നെ കാലുകൾ നിശ്ചലമായി. മുഖത്ത് നിറയെ വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു. മുൻവിധികൾ ഏതുമില്ലാത്ത നിസ്വാർത്ഥ സ്നേഹം കൊണ്ടവൻ ഹൃദയഭിത്തിയിൽ വിള്ളൽ വീഴ്ത്തിയിരിക്കുന്നു. സീതയുടെ ചുടിയിൽ വിരിഞ്ഞ ചിരിക്കപ്പോൾ നൂറഴകായിരുന്നു. അവൻ്റെ ഓർമ്മകളിൽ ഓരോ നിമിഷത്തിലും അനുഭവിക്കുന്ന നിർവൃതിയുടെ ലഹരിയിലാണവൾ. വയൽ വരമ്പിൽ നിന്നും റോഡിലേക്ക് കയറിയതും അവിടെ നിന്നും വീട്ടിലേക്കുള്ള പടവുകൾ കയറിയതുമെല്ലാം സ്വപ്നത്തിലെന്ന പോലെയാണ്. ഹൃദയം കൈപ്പിടിയിൽ നിന്ന് പറന്നുപോയൊരു ചിത്രശലഭം പോലെ. ചിറ്റേ എന്നുള്ള വിളിയോടെ ലല്ലു വന്നിട്ട് ചുറ്റിപ്പിടിക്കുമ്പോൾ സീത സ്വപ്നങ്ങളെ മാറ്റി നിർത്തി യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങി വന്നു. കുഞ്ഞിനെ വാരിയെടുത്ത് കവിളിൽ ചുണ്ടു ചേർത്തു. പനിയുണ്ടോ? ആ കുഞ്ഞു കവിളിലെ ചൂടിൽ അവളുടെ നെറ്റി ചുളിഞ്ഞു. അമ്മ മരുന്ന് തന്നു. അവളെ നോക്കി ചിരിച്ചുകൊണ്ട് ലല്ലുവിൻ്റെ ഉത്തരം. കുഞ്ഞിനെയും പൊതിഞ്ഞു പിടിച്ചാണ് സീത അകത്തേക്ക് കയറിയത്. ഒറ്റ കൈകൊണ്ട് തോളിലുള്ള ബാഗ് ഹാളിലെ മേശയിലേക്കിട്ട് അവൾ നേരെ അടുക്കളയിലേക്ക് ചെന്നു. നിന്റെ അമ്മ എവിടെ പോയടി ലല്ലൂസേ? അടുക്കളയിൽ പാർവതിയെ കാണാഞ്ഞിട്ട് സീത ലല്ലുവിനോട് ചോദിച്ചു. അവൾ മുറ്റത്തേക്ക് വിരൽ ചൂണ്ടി. നീ ഇവിടെ ഇരിക്കെ, ചിറ്റത്തിരി വെള്ളം കുടിക്കട്ടെ. ലല്ലുവിനെ മേശക്കരികിലിരുത്തി സീത വെള്ളമെടുക്കാനായി തിരിഞ്ഞു. ആ, നീ വന്നോ? കയ്യിൽ വാരിപ്പിടിച്ച വിറകുമായി പാർവതി കയറി വന്നു. ചായ ഇരിപ്പുണ്ടടി, അതെടുത്ത് കുടിക്ക്. കയ്യിലുള്ള വിറക് സ്ലാബിൻ്റെ അടിയിലേക്ക് ഒതുക്കി വെക്കുന്നതിനിടെ സീതയെ നോക്കി പാർവതി പറഞ്ഞു. കുളിച്ച് വരട്ടെ, എന്നിട്ടാവാൻ ചായ. സീത അവളെ നോക്കി പറഞ്ഞു. ലല്ലുവിന് എപ്പോൾ തുടങ്ങി പനി? സീത ലല്ലുവിനരികിൽ പോയിരുന്നു കൊണ്ട് ചോദിച്ചു. ഇന്നലെ രാത്രി മുതൽ ചെറിയൊരു ചൂടുണ്ട്, മരുന്ന് കൊടുത്തിട്ടുണ്ട് ഞാൻ. പാർവതി വന്നിട്ട് ലല്ലുവിൻ്റെ നെറ്റിയിൽ തൊട്ട് നോക്കി പറഞ്ഞു. കുറവില്ലേൽ ഡോക്ടറെ കാണിക്കാം, സീത പറഞ്ഞു. നീ ആ തിരക്കിനിടയിൽ എപ്പോൾ പോയിട്ടാ ബില്ലടച്ചത്? ഉച്ചയ്ക്കൊരുത്തൻ വന്നിട്ട് ഫ്യൂസ് കെട്ടിയിട്ട് പോയി. ഇനി കൃത്യമായി ബില്ലടയ്ക്കാൻ അവൻ്റെ വക ഫ്രീ ആയിട്ടൊരു ഉപദേശവും കിട്ടി. പാർവതി സീതയെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കറണ്ട് ബില്ലിൻ്റെ കാര്യമോർത്ത് വെറുതെ ടെൻഷനാവേണ്ട, അത് ഞാൻ സെറ്റാക്കിക്കോളാം. കണ്ണൻ്റെ വാക്കുകൾ അവൾക്ക് ഓർമ്മ വന്നു. നിറഞ്ഞ ചിരിയോടെ കണ്ണൻ സീതയുടെ മുന്നിൽ വന്നിട്ട് പുരികമുയർത്തി കാണിച്ചു. പാർവതിയുടെ ചോദ്യം കേട്ടിട്ട്. ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്ന പോലെ. ഡി, ഉത്തരം കൊടുക്കാതെ അന്തം വിട്ട് നിൽക്കുന്നത് കണ്ടിട്ടാവും പാർവതി സീതയെ തട്ടി വിളിച്ചു. നീ ഈ ലോകത്തൊന്നുമല്ലേ? സീത വെറുതെ ഒന്ന് ചിരിച്ചു. നാളെ ഹോസ്പിറ്റലിൽ പോകാനുള്ള കാശ് റെഡിയായില്ലേടി? സീതയുടെ മുഖത്തെ മ്ലാനത കണ്ടിട്ട് പാർവതി വീണ്ടും വേവലാതിയോടെ ചോദിച്ചു. അതൊക്കെ റെഡിയാണടി ചേച്ചി. പിന്നെന്താ, വന്നപ്പോൾ മുതൽ നിനക്കൊരു വല്ലായ്മ? പാർവതി ചോദ്യത്തോടൊപ്പം തന്നെ സീതയുടെ നെറ്റിൽ കൈ ചേർത്ത് വെച്ച് നോക്കി. വല്ലായ്മയോ? സീതയ്ക്ക് ചിരിക്കാനാണ് തോന്നിയത്. സന്തോഷമാണ് ഹൃദയം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത്. എന്തിനാണെന്ന് ചോദിച്ചാൽ ഉത്തരം മുട്ടിപ്പോകുമെങ്കിലും ആ സന്തോഷത്തിൻ്റെ ഓരോ അണുവിലും സീതയെ കൂടുതൽ കൂടുതൽ മോഹിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. കൺമുന്നിൽ വന്നിട്ടൊരുവൻ വീണ്ടും കള്ളച്ചിരിയോടെ നോക്കുന്നത് ഹൃദയത്തിലേക്കാണ്. ഈ പെണ്ണിനിത് എന്ത് പറ്റിയെന്നാ? പാർവതിയുടെ ആത്മകഥം അല്പം ശബ്ദത്തോടെ തന്നെ കേട്ടപ്പോഴാണ് സീതയ്ക്ക് വീണ്ടും സ്ഥലകാലബോധം വന്നത്. ഞാനൊന്ന് കിടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ സീത അവിടെ നിന്നും അകത്തേക്ക് വലിഞ്ഞു. അപ്പോഴും അവൾക്ക് എന്ത് പറ്റിയെന്ന ചിന്തയോടെ പാർവതി തുറച്ചു നോക്കുന്നത് സീത മനഃപൂർവ്വം കണ്ടില്ലെന്ന് നടിച്ചു. മുറിയിലെത്തി തലേണിയിൽ മുഖമമർത്തി കിടന്നിട്ടും നേരെയാവാത്ത ഹൃദയമിടിപ്പിനെ അവൾ ശാസനയോടെ നോക്കി. ഇതുവരെയും അറിഞ്ഞിട്ടില്ലാത്തൊരു അനുഭൂതിയുടെ ലഹരിയിൽ അവൾ അത്രമേൽ തളർന്നു പോയിരുന്നു. സുഖമുള്ളൊരു ആലസ്യം പുതിയുന്നുണ്ട്. കൺമുന്നിൽ അവൻ്റെ കള്ളച്ചിരി, കാതിലവൻ്റെ സ്നേഹമന്ത്രം. സീത ചാടി എഴുന്നേറ്റു. പിടികിട്ടാത്ത മനസ്സിനെ ഓർത്തവൾക്ക് ദേഷ്യവും സങ്കടവും തോന്നുന്നുണ്ട്. മുഖം അമർത്തി തുടച്ചിട്ട് അവളൊന്ന് എഴുന്നേറ്റ് പോയി. ഹാളിലെ മേശയിലിരുന്ന ബാഗിൽ നിന്നും ശ്രദ്ധയോടെ കണ്ണൻ കൊടുത്ത ഫോൺ എടുത്തു. വീണ്ടും മുറിയിലേക്ക് തന്നെ പോയി. ഫോണിൽ ആവശ്യമുള്ളതെല്ലാം കണ്ണൻ തന്നെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ണൻ്റെ നമ്പർ കൂടാതെ ആദിയുടെയും സിദ്ധുവിൻ്റെയും മുത്തശ്ശിയുടെയും നമ്പർ കൂടി അതിൽ ചേർത്തിട്ടുണ്ട്. പറയാതെ തന്നെ എത്ര വേഗത്തിലാണ് കണ്ണേട്ടന് തൻ്റെ മനസ്സറിയാൻ കഴിയുന്നത്. ഓരോന്നും നോക്കി നോക്കി ഒടുവിൽ വാട്സാപ്പ് എടുത്ത് നോക്കിയപ്പോൾ ആദ്യം തിരിഞ്ഞു പോയതും കണ്ണേട്ടനെയാണ്. ജീൻസും ജാക്കറ്റും കൂളിംഗ് ഗ്ലാസും എല്ലാം കൂടി വേറൊരു കണ്ണേട്ടനാണ് ആ ബുള്ളറ്റിൽ ചാരിയിരിക്കുന്നത് എന്ന് തോന്നി സീതയ്ക്ക് അവൻ്റെ പ്രൊഫൈൽ ഫോട്ടോ കണ്ടപ്പോൾ. സ്വയം അറിയാതെ തന്നെ അവളുടെ വിരലുകൾ ആ ഫോട്ടോയിൽ തലോടി.
തൻ്റെ പ്രവൃത്തിയിലെ കള്ളത്തരം മനസ്സിലായപ്പോൾ സ്വയം തലയിലൊന്ന് അടിച്ചുകൊണ്ടവൾ ഫോൺ ഓഫ് ചെയ്തു വെച്ചു. അവൻ്റെ ഓർമ്മകളിൽ തൻ്റെ മനസ്സ് അസ്വസ്ഥമാക്കുന്ന മറ്റൊന്നും തന്നിലേക്ക് കടന്നു വരില്ലെന്ന് സീത അത്ഭുതത്തോടെ ഓർത്തു. ഇനി ചോദിക്ക് രണ്ടാളും, വിശപ്പ് മാറിയപ്പോഴാ നിങ്ങളെയൊക്കെ ശരിക്കും കാണുന്നത്. വരദയുടെ താടിത്തുമ്പിൽ പിടിച്ചു കൊഞ്ചിച്ചുകൊണ്ട് ഹരി ചോദിച്ചു. കുറുപ്പുമാഷ് അവൻ്റെ നേരെ ചിരിച്ചുകൊണ്ട് നോക്കി. അതിനു മാത്രം ചോദിക്കാനൊന്നുമില്ലെൻ്റെ ഹരിക്കുട്ട, നീ എന്തേ പറയാതെ വന്നേ? അതും പോയിട്ട് ഒരാഴ്ച കൂടി ആയില്ലല്ലോ. വരദ വാത്സല്യത്തോടെ ഹരിയുടെ നെറുകിൽ തലോടി. അതാണോ കാര്യം? എന്താണെന്നറിയില്ല, എനിക്കെൻ്റെ പാവം അമ്മയെയും അച്ഛനെയും കാണാൻ പെട്ടെന്നൊരു കൊതി. അപ്പോൾ തന്നെ ഒരാഴ്ച ലീവും എഴുതി കൊടുത്തിട്ടങ്ങ് വണ്ടി കയറി, അത്ര തന്നെ. ഹരി അമ്മയെ ഇറുക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ഒരാഴ്ച നീ ഇവിടെ ഉണ്ടാവോ? വരദ വിടർന്ന കണ്ണോടെ ഹരിയെ നോക്കി. പിന്നല്ലാതെ, എനിക്ക് എൻ്റെ അമ്മയുണ്ടാക്കുന്ന പ്രിയപ്പെട്ട വിഭവങ്ങളൊക്കെ കഴിച്ച് നമ്മുടെ കുളത്തിൽ നീന്തി കുളിച്ച് വൈകുന്നേരം അമ്മയുടെ കൂടെ അമ്പലത്തിലൊക്കെ പോയി രാത്രിയിൽ അമ്മ തരുന്ന കഞ്ഞിയും പയറും കഴിച്ച് അങ്ങനെ എനിക്ക് ആ പഴയ ഹരിയാവാൻ ഒരു കൊതി അമ്മ. ഹരി വരദയെ പിടിച്ച് കറക്കിക്കൊണ്ടാണ് ഓരോന്നും പറയുന്നത്. കുറുപ്പുമാഷ് അവരുടെ വർത്തമാനം ആസ്വദിച്ചുകൊണ്ട് ചിരിയോടെ ഇരിപ്പുണ്ട്. അതെ മാഷേ, ആ മുറ്റത്തേക്കൊന്ന് ഇറങ്ങി നോക്കാവോ? വരദയുടെ ആവശ്യം കേട്ടിട്ട് മാഷും ഹരിയും ഒരുപോലെ നെറ്റി ചൊളിച്ചു. അല്ല, വല്ലതും മാറ്റം വന്നിട്ടുണ്ടോ എന്നറിയാനാ. കാക്ക മലർന്നു പറക്കുക, സൂര്യൻ പടിഞ്ഞാറുദിക്കുക, അങ്ങനെ വല്ലതും. വരദ ഹരിയെ നോക്കി ചിരിച്ചു. അവരുടെ ഉദ്ദേശം മനസ്സിലായതുകൊണ്ട് തന്നെ ഹരിയുടെ കണ്ണുകൾ കുറുത്തു. ഈ പറഞ്ഞതൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊന്നുമോൻ ഇപ്പോൾ പറഞ്ഞതും നടക്കും, അങ്ങനല്ലേടോ? കുറുപ്പുമാഷും ഹരിയുടെ നേരെ ഒന്ന് ഒളിഞ്ഞു നോക്കിയിട്ട് വരദയോട് ചോദിച്ചു. ഹരി അച്ഛനെയും അമ്മയെയും മാറി മാറി നോക്കി. കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ വീർപ്പിച്ച് പിടിച്ച അവൻ്റെ മുഖം കണ്ടിട്ട് ആദ്യം പൊട്ടിച്ചിരിച്ചു പോയതും കുറുപ്പുമാഷാണ്. അതിനു പിറകെ വരദയും ആ ചിരിയിലേക്ക് ചേർന്നലിഞ്ഞു. അത്രമേൽ ഹൃദ്യമായ ആ കാഴ്ചയിലേക്ക് ഉറ്റുനോക്കിയപ്പോൾ അറിയാതെ തന്നെ ഹരിയും ആ ചിരിയിലേക്ക് ലയിച്ചു പോയിരുന്നു.